പടം ഫെയിലിയർ ആയതാണ്. എന്തോ നമ്മുടെ കാൽക്കുലേഷൻസ് അന്ന് കറക്റ്റായി പടം വിജയിച്ചു. നമ്മളെക്കാൾ സുപ്പീരിയർ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്നത്. പിന്നെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഞങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ ഫ്യൂച്ചറിൽ ഒരു പടം എടുത്തെന്നിരിക്കും. മെസ്സിയും റൊണാൾഡോയും കൂടി ഇപ്പോൾ അടുത്ത് ഒരു സ്റ്റേജിൽ ഒരുമിച്ച് കണ്ടിട്ടില്ലേ? ഞാൻ നോക്കേണ്ട ജോലികളടക്കം കുറച്ച് കാര്യങ്ങൾ വിശാഖ നോക്കുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റായി. ബി ഫോർ വിക്ടറി, എസ് ഫോർ സക്സസ്. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ഡയറക്ടർ വിനീത് ശ്രീനിവാസൻ ആൻഡ് പ്രൊഡ്യൂസർ വിശാഖ് സുബ്രഹ്മണ്യം രണ്ടുപേരും ബിയിലാണല്ലോ തുടങ്ങുന്നത്. ബിയും സെക്കൻഡ് ലെറ്റർ എസ് ആണ്. വർഷങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ, വിശാഖ് സുബ്രഹ്മണ്യം. ഓ, ഭയങ്കര കോയിൻസിഡൻസ്. അത് ഈ സിനിമയുടെ വിജയത്തിന് എത്രമാത്രം സ്വാധീനിക്കുമെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? ബി ഫോർ വിക്ടറി, എസ് ഫോർ സക്സസ്. പെട്ടെന്ന് തോന്നിയതാ. ഓക്കെ, എന്താണെങ്കിലും എങ്ങനെയുണ്ട് ഡയറക്ടർ? ഇപ്പൊ രണ്ടാമത്തെ പടമായല്ലോ ഡയറക്ടറുടെ. ആദ്യത്തെ പടം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഫ്രണ്ടായിട്ടായിരുന്നു കൂടുതൽ ആദ്യത്തെ ഒരു ഇനിഷ്യൽ ഡേയ്സ്, ഹൃദയ സമയത്ത്. പിന്നെ എനിക്ക് ആ പ്രോസസ്സ്, ഡയറക്ടർ പ്രൊഡ്യൂസർ എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ ഒരു സിനിമ വർക്ക് ചെയ്യുമ്പോൾ, അതെനിക്ക് മനസ്സിലായി. പിന്നെ നമുക്കൊരു അൺഎക്സ്പെക്റ്റഡ് ഒരു കോവിഡൊക്കെ വന്നപ്പം പിന്നെ കുറച്ചും കൂടെ നമുക്ക് സിനിമയ്ക്ക് വേണ്ടിയാണ് രണ്ടുപേരും നിൽക്കണമെന്നൊരു ജേണി അതിലൂടെ നമുക്ക് രണ്ടുപേർക്കും ബോധ്യമായി. അപ്പം ആക്ച്വലി നമുക്കൊരു കോവിഡ് വന്നപ്പോഴാണ് എല്ലാവരും കുറച്ചും കൂടെ മോർ ദാൻ ഫിലിം. അപ്പം നമ്മൾ സിനിമയുടെ കാര്യത്തിനെ കാട്ടിലും ഡെയിലി നമുക്കിത് എങ്ങനെ, ഇപ്പം അന്ന് കുറേ OTT ഓഫേഴ്സ് എല്ലാം വന്നിരുന്നു. അപ്പം അന്നൊന്നും നമ്മൾ പടം കൊടുത്തില്ല. അപ്പം അന്നൊരു രീതി ഇപ്പം വിനീതിന് മനസ്സിലായി എനിക്ക് സിനിമ എത്രത്തോളമാണ് വലുത്, മോർ ദാൻ ബിസിനസ്. അപ്പം അങ്ങനെയാണ് നമ്മൾ തമ്മിലൊരു കോൺവെർസേഷൻ, ഒരു 2 ഇയേഴ്സിലെ ജേണിയും പിന്നെ ഹൃദയത്തിൻ്റെ സക്സസ്സും അത് കഴിഞ്ഞ് വർഷങ്ങളുടെ ശേഷത്തിൻ്റെ ഒരു തുടക്കവും എല്ലാം. സോ എനിക്ക് ഭയങ്കര കംഫർട്ട് ലെവലുള്ള ഡയറക്ടറാണ് വിനീത്. എങ്ങനെയുണ്ട് പ്രൊഡ്യൂസർ? എൻ്റെ ഒരു പാർട്ട്ണർ ഇൻ ആക്ഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾ ജോലികൾ ഈക്വലായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്തി ഇപ്പോൾ. അതായത് ഞാൻ നോക്കേണ്ട ജോലികളടക്കം കുറച്ച് കാര്യങ്ങൾ വിശാഖ് നോക്കുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റായി. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ എഡിറ്റിലിരിക്കുകയാണെങ്കിൽ വിശാഖ് പോസ്റ്റർ ഡിസൈനിങ്ങിലിരിക്കും. അപ്പോൾ ഞാൻ ചെന്നൈയിലെ ഡബിൻ്റെ സ്കെഡ്യൂളിങ്ങും റെക്കോർഡിങ്ങും നടക്കുന്ന സമയത്ത് കൊച്ചിയിലുള്ള സ്കെഡ്യൂളിങ് വിശാഖ ചെയ്യും. അപ്പം അങ്ങനെ നമ്മൾ ഈക്വലായിട്ട് ഒരു പ്രൊഡ്യൂസർ ചെയ്യേണ്ട കാര്യങ്ങളല്ലല്ലോ. പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ചെയ്യണം, പിന്നെ അതിൻ്റെ കാര്യങ്ങൾ നോക്കണം, അതിൻ്റെ ബിസിനസ് കാര്യങ്ങൾ നോക്കണം. ജനറലി ഇതാണല്ലോ. പക്ഷേ വിശാഖ ഹാൻഡ്സ് ഓൺ ആണ്. വിശാഖ് എല്ലാ കാര്യത്തിലും ഇറങ്ങിയിട്ട് ഇതാണ് എൻ്റെ ജോലി, ബാക്കിയുള്ളവർ ചെയ്യണം, ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയല്ല, അവനും ഇൻവോൾവ് ചെയ്യും. കാര്യം പറയുന്നത് മദ്രാസിയും ഇതൊക്കെ ആണെങ്കിലും നമ്മുടെ ഷൂട്ടിംഗ് അവിടെ ആയിരുന്നോ അതോ മറ്റു പല സ്ഥലങ്ങളിലായിരുന്നോ? മറ്റു പല സ്ഥലങ്ങളിലായിരുന്നു. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും എക്സ്പെൻസീവ് ആവാനല്ലേ ചാൻസ്? ഭയങ്കര എക്സ്പെൻസീവ് ആണ് ആക്ച്വലി. കാരണം ഇപ്പം മദ്രാസിൽ പഴയ മദ്രാസ് ഇല്ല. ഇപ്പോൾ പഴയ റെക്കോർഡിംഗ് സ്റ്റുഡിയോസ് ഇല്ല, പഴയ സ്ട്രീറ്റ്സ് ഇല്ല. സ്ട്രീറ്റ്സ് ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം നമുക്കൊരു പണ്ടത്തെ കടകൾ മാത്രമുള്ള സ്ട്രീറ്റിൽ നിന്ന് അവൈലബിൾ അല്ല. അവിടെ പുതിയ ബിൽഡിങ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് VFX വർക്ക് വരും. പിന്നെ അത് ജനങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രീറ്റ് അല്ലേ. അപ്പോൾ നമ്മളൊരു സ്ട്രീറ്റിൽ ഇപ്പോൾ പഴയ വണ്ടികൾ മാത്രം പോകുന്ന ഒരു സ്ട്രീറ്റ് അല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ അവിടുത്തെ ഗതാഗതം നമുക്ക് നിർത്തി വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു കോടമ്പാക്കത്തുള്ള സ്ട്രീറ്റ്സ് നമ്മൾ ഷൂട്ട് ചെയ്ത മൊത്തം സാധനം നമ്മൾ സെറ്റ് ഇട്ടതാണ്. അപ്പോൾ അത് അരൂര് നമ്മൾ അതിൻ്റെ എക്സ്റ്റീരിയർ മൊത്തം അരൂരാണ് സെറ്റ് ഇട്ടത്. പിന്നെ ഇൻറ്റീരിയർ പോർഷൻസ് മൊത്തം എടപ്പള്ളിയിൽ ഒരു സ്റ്റുഡിയോൻ്റെ അകത്താണ് റെക്കോർഡിംഗ് സ്റ്റുഡിയോയും കാര്യങ്ങളൊക്കെ. ആ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എക്സ്റ്റീരിയർ നമ്മൾ കോയമ്പത്തൂരാണ് ചെയ്തത്. അതിൻ്റെ വേറൊരു ഏരിയ നമ്മൾ പൊള്ളാച്ചിയിലാണ് ചെയ്തത്. മലർവാടി ആർട്സ് ക്ലബിൻ്റെ ടൈമിലാണോ എന്ന് എനിക്കറിയില്ല, ആദ്യം മനസ്സിനകത്ത് ഉണ്ടായിരുന്നത് ഇതിൻ്റെ കഥയായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് പണ്ടോട്ടേ ഉള്ള കുറേ സബ്ജക്റ്റുകൾ, ഒരു അറ്റ്ലീസ്റ്റ് ഒരു 4-5 സബ്ജക്റ്റുകൾ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ വർഷങ്ങളായിട്ട് ക്യാരി ചെയ്യുന്ന സബ്ജക്റ്റുകളുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സബ്ജക്റ്റുകളുണ്ട്. അതിലൊന്നാണ് ഇത്, വർഷങ്ങൾക്ക് ശേഷം. പക്ഷെ അത് തുടക്കത്തിലെ ഇങ്ങനൊരു സംഭവത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ അത് റിസ്കി ആയിട്ട് ഫീൽ ചെയ്തു. അതെ. പക്ഷെ അവിടെയാണ് എൻ്റെ ഒരു ചോദ്യം, അതിന് അതുപോലെ തന്നെ റിസ്കി ആയിരുന്നു സത്യത്തിൽ വിനീതിന്റെ എൻട്രി മൂവി മലർവാടി ആർട്സ് ക്ലബ് ആണെങ്കിലും. പടം ഫെയിലിയർ ആയതാണ്. അപ്പം എന്തോ നമ്മുടെ കാൽക്കുലേഷൻസ് അന്ന് കറക്റ്റായി പടം വിജയിച്ചു. അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ വേറൊരു അവസ്ഥയിലായനെ അല്ലേ. സെക്കൻഡ് ഫിലിം ആകുമ്പോൾ ആരും നമ്മളെ ട്രസ്റ്റ് ചെയ്യൂലല്ലോ. എനിക്ക് തന്നെ കോൺഫിഡൻസ് ഉണ്ടാവില്ലല്ലോ. ആ ഫസ്റ്റ് ഫിലിം സക്സസ് ആയതുകൊണ്ടാണ് പിന്നെ ഒരു പടം ചെയ്യുമ്പോൾ ആ കോൺഫിഡൻസോട് കൂടിയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. സക്സസ് ഭയങ്കരമായിട്ട് നമുക്കൊരു അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ
പിന്നെ ആൾക്കാർ നമ്മളെ ട്രസ്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതെ. ഈ മലർവാടി എടുക്കുമ്പോഴത്തേക്കും വിനീത് എത്ര വയസ്സുണ്ട്? 24. 24 വയസ്സല്ലേ? ഞാൻ ആലോചിക്കുന്നു ആ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിൽ വിനീത് പറയുന്നത് 30 വയസ്സിന് മുമ്പ് സക്സസ് ആവണം എന്ന് പറയുന്നത് റിയൽ ലൈഫിൽ കാണിച്ച ആളാണ്. ഇല്ല, അതൊക്കെ അബിയുടെ തിയറിയാണ്. ഞാൻ അങ്ങനെയൊന്നും പറയില്ല, ഏത് പ്രായത്തിൽ സക്സസ് ആവാം. വിനീതിന്റെ ഒരു ലൈഫ് ഇങ്ങനെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ആദ്യം നമ്മൾ പാട്ട്, പിന്നെ അതിനുശേഷം എല്ലാത്തിലും കൈവച്ചിട്ടുണ്ട്. സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രി മൊത്തത്തിൽ കൈവച്ചിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു ഏരിയ നമ്മൾ ഇനി കവർ ചെയ്യേണ്ടതുണ്ടോ? എനിക്കിഷ്ടമുള്ള കുറേ സ്ട്രീമുണ്ട്, പക്ഷേ അതിലൊന്നും ഞാൻ വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്നെ ഭയങ്കരമായിട്ട് ഫാസിനേറ്റ് ചെയ്തിട്ടുള്ളൊരു ഏരിയയാണ് എഡിറ്റ്. എഡിറ്റ് എന്ന് പറയുന്നത് ഭയങ്കര മാജിക്കലായിട്ടുള്ളൊരു സാധനമാണ്. അതായത് എഡിറ്റിൽ ഇരുന്നിട്ട് നമുക്ക് പടത്തിനെ കംപ്ലീറ്റ്ലി മാറ്റിമറിക്കാൻ പറ്റും, നമുക്ക് ഒരു പുതിയ സിനിമ ഉണ്ടാക്കാൻ പറ്റും. അബി അത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ രഞ്ജേട്ടൻ പല സമയത്തും, ഇപ്പോൾ രഞ്ജൻ അബ്രഹാം ഉണ്ടല്ലോ, ഞാൻ ഷൂട്ട് ചെയ്ത് വന്നിട്ട് പുള്ളി ഇതിനകത്ത് ഇരുന്നിട്ട് പുള്ളി ചെയ്യുന്ന ഒരു വർക്ക് ഉണ്ട്. അതിലാണ് ഈ സിനിമയ്ക്കൊരു ഫോമും ഷേപ്പും കിട്ടുന്നത്. നമ്മുടെ മിസ്റ്റേക്സ് ഹൈഡ് ചെയ്യുന്നത് എഡിറ്ററാണ്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ സ്ട്രെങ്ത് ഹൈലൈറ്റ് ചെയ്യുന്നത് എഡിറ്ററാണ്. അപ്പോൾ എനിക്ക് എഡിറ്റ് എന്ന് പറയുന്ന സാധനം ഭയങ്കര ഫാസിനേറ്റിംഗ്. കൈവച്ച കൊള്ളാന്നല്ല, എനിക്കിഷ്ടമുള്ളൊരു സ്ട്രീം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ടും ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ടും കാണുന്നൊരു ഏരിയയാണത് എഡിറ്റിംഗ്. നമുക്കിതെല്ലാം അറിയാം, അതുകൊണ്ട് തന്നെ വേറൊരാളത് ചെയ്യുമ്പോൾ അവരത് ചെയ്തത് ശരിയായില്ലല്ലോ, നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പെർഫെക്ഷനിസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് വരുമോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ സ്ട്രീം നമ്മളെക്കാളും നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എൻ്റെ കൂടെ ഉള്ളത്. അല്ലെങ്കിൽ നമ്മൾ അടുത്ത ആൾക്കാരിലേക്ക് പോകുമല്ലോ. അപ്പോൾ എൻ്റെ എഡിറ്റർ ആണെങ്കിൽ ഇപ്പോൾ സിനിമാറ്റോഗ്രഫി ചെയ്ത വിഷൻ്റെ വർക്ക് ഹൃദയത്തിനേക്കാളും ഫാർ സുപ്പീരിയർ ആയിരിക്കും വർഷങ്ങൾക്ക് ശേഷത്തിൽ. ഭയങ്കര ഒരു വർക്ക് വിഷൻ ഇതിൻ്റെ പുറകിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ആർട്ട് ചെയ്ത നിമേഷേട്ടൻ തരുന്ന റെഫറൻസ് വെച്ചിട്ട് ഞാൻ സീൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെക്കാൾ സുപ്പീരിയർ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? മെറിലാൻഡും ഉദയ സ്റ്റുഡിയോവാണ് ഒരു കാലത്ത് അടക്കി വാണിരുന്ന, ഈ പറഞ്ഞ മുത്തച്ഛനാണ് തുടങ്ങിയിട്ടത്, പി സുബ്രഹ്മണ്യം. പക്ഷെ മുത്തച്ഛനെ കണ്ടിട്ടില്ല. മുത്തച്ഛനെ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ അതിൻ്റെ കുറേ ഇൻട്രസ്റ്റിംഗ് കഥകൾ കേട്ടിട്ടുള്ളത് ഉദയ സ്റ്റുഡിയോയും മെറിലാൻഡും തമ്മിലുണ്ടായിരുന്ന ഒരു ഭയങ്കര ഒരു ഫൈറ്റ് എന്ന് പറയാൻ പോകുന്ന എനിക്കറിയത്തില്ല, ഹെൽത്തി കോമ്പറ്റീഷൻ. കറക്റ്റ്. അതായത് ഇവിടെ ഭക്ത കുചേലി എടുക്കുന്നു, അവിടെ കൃഷ്ണ കുചേലി എടുക്കുന്നു, സെയിം കഥയോടെ. സോ അങ്ങനത്തെ ഒരു അത് കഴിഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഉദയം തിരിച്ചു വന്നു, മെറിലാൻഡ് തിരിച്ചു വന്നു. ഇപ്പൊ ഉണ്ടോ അങ്ങനെ ഒരു? ഞങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ കൂടി ചിലപ്പോൾ ഫ്യൂച്ചറിൽ ഒരു പടം എടുത്തെന്നിരിക്കും. മെസ്സിയും റൊണാൾഡോയും കൂടി ഇപ്പൊ അടുത്ത് ഒരു സ്റ്റേജിൽ ഒരുമിച്ച് കണ്ടിട്ടില്ല. അതെ എന്ന് പറഞ്ഞ പോലെ ഉദയം മെറിലാൻഡും കൂടെ. മെറിലാൻഡ് ഒരു ഡേറ്റ് വെക്കുമ്പോൾ പുതിയ അതേപോലെ ഒരു ഡേറ്റിൽ ഒരു പടം കൊണ്ടുവരും, അല്ലെങ്കിൽ ഉദയം ഒരു ഡേറ്റ് വെക്കുമ്പോൾ. പക്ഷെ അത് നോക്കുമ്പോൾ അത് അന്ന് 2 ബാനേഴ്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഓണം ഫെസ്റ്റിവലോ എല്ലാം വരുമ്പം തിയേറ്റേഴ്സ് ഫിൽ ചെയ്യാനും, അപ്പോൾ അതൊരു എനിക്കൊന്ന് ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരുന്നു തോന്നുന്നു, മോർ ദാൻ റൈവൽസ്. വിശാഖന് ഇപ്പോഴും ആ ഒരു സ്പിരിറ്റ് ഉണ്ട്. ഇപ്പം നമ്മുടെ കൂടെ റിലീസാവുന്ന പടങ്ങളുണ്ടല്ലോ, എല്ലാം നമ്മുടെ അടുപ്പമുള്ള ആൾക്കാരുടെയാണ്. അപ്പോൾ അതിനെ ഹെൽത്തി ആയിട്ടാണ് വിശാഖം കാണുന്നത്. അപ്പം അൻവർക്ക് നമ്മളുമായിട്ട് വിളിച്ച് സംസാരിക്കാറുണ്ട്. അപ്പൊ ആവേശം റിലീസ് ആവാണല്ലോ, അപ്പൊ നിങ്ങളുടെ വർക്ക് എവിടം വരെയായി, നമ്മുടെ ഇങ്ങനെയാണ്. പക്ഷെ അങ്ങനത്തെ ഒരു സംസാരമൊക്കെ പണ്ടുണ്ടാവുമായിരുന്നു, അതോ കോമ്പറ്റീഷൻ മാത്രമായിരുന്നു? അതറിയോ? അല്ല, ഞാൻ ഗ്രാൻഡ് ഫാ കണ്ടിട്ടില്ല. അന്നത്തെ കാലഘട്ടം അല്ലല്ലോ ഇപ്പം നമ്മുടെ ഒരു സിനിമയുടെ എന്തെങ്കിലും ഒരു പോസ്റ്റർ കോണ്ടന്റ് ഇടുമ്പോൾ അൻവറിക്ക വിളിക്കും. അൻവറിക്ക ഇങ്ങോട്ട് പോസ്റ്റർ അയച്ചു തരും, എടാ ഷെയർ എന്ന് പറയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അൻവറിക്ക അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം നമ്മൾ അടുത്തടുത്ത് ഇരിക്കുമ്പം ഇതേപോലെ വോയിസ് നോട്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ അത് നമ്മുടെ പേഴ്സണൽ, കാരണം ഞാൻ തിയേറ്റർ ആയതുകൊണ്ട് ശ്രീവിശാഖ തിയേറ്ററിൽ ഒരു ടൈമിൽ റിലീസ് കുറച്ച് പാടായിരുന്നു കിട്ടാൻ. അപ്പം ഞാൻ തിയേറ്ററിൽ ഫാദറുടെ കൂടെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്തായിരുന്നു ഈ സോൾട്ട് ആൻഡ് പെപ്പറും തട്ടത്തിൻ മറയത്തിൽ ആദ്യത്തെ ഒരു ഫ്ലോ വന്ന്. പിന്നെ അൻവറിക്ക എനിക്ക് തന്ന 2 പടങ്ങളാണ് ബാംഗ്ലൂർ ഡേയ്സും പ്രേമവും. അപ്പം ഈ പ്രേമം എന്ന് പറഞ്ഞ പടം ട്രിവാൻഡ്രത്തിൽ കത്തി ഓടിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. ശ്രീവിശാഖിന് മാത്രം റിലീസുള്ളൂ. അന്ന് അൻവറിക്ക പല തിയേറ്റേഴ്സ് വിളിച്ച് ചോദിച്ചിട്ട് പോലും അൻവറിക്ക പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് വിശാഖിന്, എനിക്ക് അവിടെ കളിച്ചാൽ മതി എന്ന്. അത് എനിക്ക് ഇപ്പോഴും അത് ഓർമ്മയുണ്ട്. അപ്പം ഈ സമയത്ത് വിഷുവിന് ഇപ്പം ഞങ്ങളുടെ തന്നെ തിയേറ്റേഴ്സിൽ വർഷങ്ങൾക്ക് ശേഷവും അൻവറിക്കയുടെ പടമുണ്ട്. അത് അന്ന് എനിക്ക് അൻവറിക്കയുടെ ആ ഒരു ക്വാളിറ്റിയാണ്. അപ്പൊ എനിക്കിത് തിരിച്ചു വരുമ്പോൾ അത് ശരിയല്ലല്ലോ, അൻവറിക്കയുടെ പടം കൂടെ ഇവിടെ വേണ്ടേ. സിനിമ എന്നൊക്കെ പറയുന്ന ഒരു സീസണിലല്ലേ ഉള്ളൂ, അതിനേക്കാളും വലുതല്ലേ ബന്ധങ്ങൾ. ഇപ്പോൾ അൻവറിക്ക നമ്മൾ തട്ടത്തിൻ മറയത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് ചെന്നൈയിൽ. അപ്പോൾ ആ ഗസ്റ്റ് ഹൗസിൽ ഒരു മുറിയിൽ അൻവർക്കയും ഒരു മുറിയിൽ ഞാനും ഷാനുമാണ്. അപ്പോൾ അൻവർക്ക ഉസ്താദ് ഹോട്ടലിൻ്റെ സ്കോർ കേൾക്കാൻ വേണ്ടിയിട്ട് ഗോപിച്ചേട്ടൻ്റെ സ്റ്റുഡിയോയിൽ പോവും, തിരിച്ചു വരും. ഞാനും ഷാനും
ഇപ്പുറത്തെ റൂമിൽ ഇരുന്നിട്ട് ടിൻഡി നമ്മളിതാണ് പരിപാടി. എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരുമിച്ചാണ്. നമുക്ക് സോങ്ങിൻ്റെ ഔട്ട് അന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ DIന്ന് കിട്ടിയിട്ട് TV-ക്ക് വേണ്ടിയിട്ട് ഗ്രേഡ് ഒന്നുകൂടെ മാച്ച് ചെയ്യാൻ വേണ്ടി വേറൊരു സ്റ്റുഡിയോ പോയി ഫൈനൽ ഔട്ട് എടുത്തിട്ടാണ് കൊടുക്കുന്നത്. ഈ ഫൈനൽ ഔട്ടിനൊക്കെ പോകുന്നത് നമ്മൾ ഒരുമിച്ചാണ്. എന്നിട്ട് ഒരാഴ്ച ഗ്യാപ്പിലാണ് നമ്മുടെ പടങ്ങൾ റിലീസാവുന്നത്. ട്രെയിലറും ടീസറും ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇത് സിനിമ ബേസ്ഡ് സാധനമാണ്. സിനിമാ മോഹികളായ 2 പേരാണ് അങ്ങ് പോവാണ് കോടമ്പാക്കത്തേക്ക്. കഥയൊക്കെ നമുക്ക് അത്രയൊക്കെ മനസ്സിലായി. സിനിമയുടെ സെലിബ്രേഷനാണ് പടം. പിന്നെ എന്തെങ്കിലും ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈഫിൽ നടന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ കണക്റ്റ് ആവും. സിനിമ തന്നെ ആയിരിക്കണം എന്നില്ല. എല്ലാവർക്കും അങ്ങനെ ഒരു സ്ട്രഗിൾ ഉണ്ടാവുമല്ലോ. നമ്മൾ സ്വപ്നം കാണുന്ന ഒരു സാധനം ഉണ്ടാവും, അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള സ്ട്രഗിൾ ഉണ്ടാവും. അത് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവുമല്ലോ. അവർക്കൊക്കെ കണക്റ്റ് ആവുന്ന കുറേ മൊമെൻറ്റ്സ് കൂടെ ആണ് ഈ സിനിമ പോകുന്നത്. പിന്നെ ഇതിൻ്റെ സ്പാൻ ഓഫ് ടൈം ഭയങ്കര വലുതുമാണ്. ഏർലി 70s, ലേറ്റ് 70s, ഏർലി 80s, പിന്നെ ലേറ്റ് 80s ഒരു ചെറിയൊരു പോർഷൻ, പിന്നെ പ്രസൻറ്റിലേക്ക് ഉള്ള സെക്കൻഡ് ഹാഫിൻ്റെ ഒരു നല്ലൊരു ഏരിയ പ്രസൻറ്റിലാണ് പോകുന്നത്. അപ്പം അങ്ങനെ ഒരു 2 ക്യാരക്ടേഴ്സിൻ്റെ ജേർണി ശരിക്കും ഫീൽ ചെയ്യും. കാലഘട്ടം മാറുന്നത് ഫീൽ ചെയ്യുമായിരിക്കും. അപ്പോൾ സിനിമയ്ക്ക് വന്നിട്ടുള്ള മാറ്റം, ഷൂട്ടിൽ വന്നിട്ടുള്ള മാറ്റം, റെക്കോർഡിങ്ങിൽ വന്നിട്ടുള്ള മാറ്റം. ലാലേട്ടൻ്റെയും ശ്രീനിവാസിൻ്റെയും ഒരു കഥയാണോ, പഴയ ഒരു കഥയാണോ, ഇനി മീൻസ് അതാണോ പറയാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ? അതല്ലാന്ന് ഇവിടെ വിനീത് പറഞ്ഞിട്ടുണ്ട്. അതല്ല, പക്ഷേ നമ്മളിപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ അവരുടെ സിനിമകളൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കോടമ്പാക്കത്ത് ഇഷ്ടംപോലെ സ്ട്രീറ്റുകളുണ്ട്. പക്ഷേ ആ സ്ട്രീറ്റിൻ്റെ ഒന്നും പേരല്ല നമ്മൾ ഇപ്പോൾ ഈ സ്ട്രീറ്റിന് ഇട്ടുള്ളത്. നമ്മൾ ഗാന്ധി നഗർ 2nd സ്ട്രീറ്റ് എന്നാണ് ഇട്ടിട്ടുള്ളത്. അവരുടെ പേരിൽ അവരുടെ സിനിമകളുടെ പേര്, അവരുടെ സിനിമകൾ. അതുപോലെ നമ്മൾ ഈ സ്വാമീസ് ലോഡ്ജിൻ്റെ ഓപ്പോസിറ്റിലൊരു തിയേറ്റർ ഉണ്ട്. അപ്പം നമ്മുടെ AD എൻ്റെ അടുത്ത് പറഞ്ഞു, ഷൺമുഖം തിയേറ്റർ എന്ന് പേരിട്ടാലോ എന്ന് ചോദിച്ചു. ഷൺമുഖം എന്ന് പറയുന്നത് മേഘത്തിലെ തിയേറ്ററിൻ്റെ പേര്. അപ്പോൾ പിന്നെ തൊട്ടിപ്പുറത്തൊരു ടീ സ്റ്റോൾ ഉണ്ട്, അതിന് പ്യാർലാൻഡ് ടീ സ്റ്റോൾ എന്നിട്ടു. പ്യാർലാൻഡ് എന്നെ മ്യൂസിക് പഠിപ്പിച്ച മാഷ് സ്ഥിരം പോയിരിക്കുന്ന ഒരു ചായക്കടയായിരുന്നു. അപ്പം നമ്മുടെ മെമ്മറീസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിലുള്ള പേരുകളൊക്കെ ഇട്ടിട്ടുള്ളത്. ഇപ്പം ഇവരുടെ ക്യാരക്ടേഴ്സ് തന്നെ, മുരളി എന്ന് പറയുന്നത് മുരളിച്ചേട്ടൻ ഉണ്ടല്ലോ, നമ്മുടെ ആക്ടർ മുരളിയങ്കൾ വിളിച്ചിരുന്നത്. മുരളിയങ്ങളുടെ പേരാണ് അപ്പൂനിട്ടത്. നെടുമുടി വേണുങ്കളുടെ പേരാണ് ധ്യാനിട്ടത്. അപ്പം എനിക്ക് ആ കാലഘട്ടത്തിലുള്ള ആർട്ടിസ്റ്റിനോടും ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരോടുള്ള റെസ്പെക്റ്റ് സിനിമയിൽ ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് ഡയലോഗുകളൊക്കെ എനിക്ക് തോന്നുന്നു അല്ലേ, മറ്റേ വെള്ളം ചേർക്കിടാന്നൊക്കെ പറയുന്നതൊക്കെ. അതെ, പഴയ ഡയലോഗ്സ് ഒക്കെ ഇതിനകത്ത്. അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളോടുള്ള നമ്മുടെ ഇഷ്ടവും സ്നേഹമൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് ആൾക്കാർക്ക് ഫീൽ ചെയ്യുമായിരിക്കും കാണുമ്പോൾ. അവിടുന്ന് തുടങ്ങിയിട്ട് ഇപ്പം നമ്മൾ സിനിമ ചെയ്യുന്ന ഒരു സിനാരിയോ ഉണ്ടല്ലോ, അതിലേക്കും എത്തിയിട്ടുണ്ട് പടം. ഇതൊക്കെ റിഫ്ലക്ട് ചെയ്ത് പോകും സിനിമ. പക്ഷെ ഇങ്ങനൊരു കഥയോ അല്ല ഇങ്ങനത്തെ ഒരു പെയിനിൻ്റെ കഥ നമുക്ക് നമ്മുടെ ലൈഫിൽ പറയാനില്ല. ഇപ്പം വിനീതനാണെങ്കിലോ അതെ, മേ ബി അല്ലെ വിശാഖിനാണെങ്കിലോ ഒന്നും അങ്ങനത്തെ ഒരു കഥ പറയാനുണ്ടാവില്ല. സ്ട്രഗിളിൻ്റെ കഥയില്ല, പക്ഷെ സിനിമ ചെയ്യുമ്പോൾ ഉള്ള സ്ട്രഗിൾ ഉണ്ടല്ലോ, അതെല്ലാവർക്കും കോമൺ ആണ്. അതിൽ നിന്ന് ആർക്കും എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ വരുന്ന സ്ട്രഗിൾ ഉണ്ടല്ലോ, സക്സസ് ഹാൻഡിൽ ചെയ്യുന്നത്, ഫെയിലിയർ ഹാൻഡിൽ ചെയ്യുന്നത്, ഷൂട്ട് നിന്ന് പോകുന്നത്, പൈസ ഇല്ലാണ്ടാവുന്നത്, ഷൂട്ട് ചെയ്യാനുള്ള. അപ്പോൾ ഇങ്ങനത്തെ സ്ട്രഗിൾസ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഷാറുഖ് ഖാനും ഉണ്ടാവും. ഞങ്ങൾക്ക് പോലും ഉണ്ടായിട്ടുണ്ട്. ആക്ച്വലി യെസ്റ്റർഡേ ഇൻ്റർവ്യൂവിൽ ധ്യാൻ ഈ കാര്യം ആക്ച്വലി പറഞ്ഞിരുന്നു, ഈ ലവ് ആക്ഷൻ ഡ്രാമയുടെ. അപ്പം ഞാൻ ഈ പോയിന്റിൽ കുറേ ഒരു പടം ഇങ്ങനെ കണ്ടപ്പം എനിക്ക് ലവ് ആക്ഷൻ ഡ്രാമയുടെ കുറേ മൊമെന്റ്സ് ഇതിൽ വന്നു. അപ്പം എനിക്ക് ധ്യാൻ അത് വന്ന കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം ഇന്നലെ അവൻ്റെ വായിന്ന് നമ്മൾ ആക്ച്വലി ഇതേപോലെ ലവ് ആക്ഷൻ ഡ്രാമയിൽ ഒരു സ്ട്രഗിൾ എന്നുവെച്ചാൽ കുറേ ആ പടത്തിലെ 2 വലിയ സ്റ്റാർസ് ഡേറ്റ് ഇഷ്യൂസ് വെളിയിൽ നോക്കുമ്പം എല്ലാവർക്കും അറിയാവുന്ന ആക്സസ് ഉണ്ട്, അല്ലെങ്കിൽ വിളിച്ചാൽ കിട്ടും. അപ്പം അങ്ങനത്തെ തിങ്കിങ്ങാണ് മൊത്തത്തിൽ. അപ്പോൾ ഒരു സ്ട്രഗിൾ കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ ഈ പടം ഒരു ഓണത്തിന് തിയേറ്ററിൽ എത്തിച്ചത്. അപ്പം ഞാൻ ഈ പടം ചെയ്തുകൊണ്ടിരുന്ന പല സമയത്ത് പല ഇതിൽ വിനീത് ഷൂട്ട് ചെയ്യുന്നുണ്ടിരുന്നപ്പം ഈ സിനിമയിൽ ഇതല്ല, ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായ സംഭവം അല്ലെങ്കിൽ ഓർമ്മ വന്നു. അപ്പം അതേ ഇത് ധ്യാനം ഓർമ്മ വന്നപ്പം എനിക്കത് ഭയങ്കര ഒരു മാജിക്കായിട്ട് തോന്നി. ഓക്കെ, 2 പേർക്കും അത് കണക്ട് ചെയ്ത് ഒരു സംഭവത്തിൽ ഇന്നലെ വന്നെന്ന്. അതുകൊണ്ട് ആർക്കും ഒരു ജേർണി ഈസി ആയിട്ട് വന്നിട്ടില്ല. ഇപ്പം വിനീത് നോക്കിയാലും ഇപ്പം വിനീതിന് സിനിമയിൽ വരുമ്പോൾ എനിക്കറിയാം, ഇപ്പോൾ ശ്രീനിവാസൻ സൺ എന്നൊരു പെർട്ടിക്കുലർ ഇപ്പം അവർക്കൊരു എക്സ്പെക്ടേഷൻ കാണുമല്ലോ. ഇപ്പം വിനീത് അത് കഴിഞ്ഞ് നല്ല ഒരു സൂപ്പർ ഹിറ്റ്സ് എല്ലാം കഴിഞ്ഞപ്പം ധ്യാൻ ആ പ്രഷർ ഉണ്ടായിരുന്നു. അച്ഛൻ ചെയ്തത് ഇങ്ങനത്തെ സിനിമകളാണ്, വിനീത് ചെയ്തത് ഇങ്ങനത്തെ സിനിമകളാണ്. അപ്പോൾ ഒരിക്കൽ ആൾക്കാരെ എക്സ്പെക്ട് ചെയ്യണത് ചിലപ്പം ധ്യാൻ ചിലപ്പോൾ ഇങ്ങനത്തെ സിനിമകളായിരിക്കും ഇരിക്കേണ്ടതെന്ന് ചെയ്യേണ്ടതെന്ന്. ഇപ്പൊ ധ്യാൻ അന്ന് ഇന്റർവ്യൂ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. ഇപ്പത്തെ ധ്യാനിന് ഇന്റർവ്യൂ കൊടുത്തിട്ട് ചിലപ്പോൾ ലവ് ആക്ഷൻ ഡ്രാമ ഇപ്പൊ റിലീസായിരുന്നെങ്കിൽ
കുറച്ചും കൂടെ അന്നത്തേനെ കാട്ടിലും ഇന്നൊരു വേറൊരു സംഭവം കിട്ടിയ ചിലപ്പോൾ അത് ബെറ്റർ ആയിട്ട് അവൻ ചെയ്തേനെ കുറച്ചുകൂടെ. അവനിപ്പോ കോൺഫിഡന്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. അപ്പൊ ഇപ്പൊ അവൻ അത് ചെയ്തിരുന്നെങ്കിൽ അവൻ ഇനിയും ബെറ്റർ ആയിട്ട് ചെയ്തേനെ. അതെ അതെ. അപ്പൊ അതൊക്കെ വർഷങ്ങൾക്ക് ശേഷം കുറെ ഡൗൺ ദ മെമ്മറിയിൽ ഞങ്ങൾക്ക് പോലും റേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ സ്ട്രഗിൾ ചെയ്ത് വന്ന ആൾക്കാരുണ്ടല്ലോ പുറത്തുനിന്ന്, അവരുടെ സ്ട്രഗിൾ ഇതിനേക്കാളൊക്കെ ഒരുപാട് ഭീകരമാണ്. അതല്ല എന്നല്ല, പക്ഷേ സ്ട്രഗിൾസ് എല്ലാവർക്കും ഉണ്ട്. അതാണ് റിയാലിറ്റി.